നിരന്ന് നിന്നാലാണ് പോലീസുകാർ എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും ഒരു സംഘമായിട്ട് ഇങ്ങനെ ഒതുങ്ങി നിന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഒരു വഴി അടങ്ങി വെച്ചിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ട്. അപ്പോൾ ഈ അർക്കമുബിൻ അബിൽ അർക്കമിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒതുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളാണ്. അപ്പോൾ പോകുന്ന വഴിയിലാണ് ഇന്നോടൊക്കെ പോകുന്നത് വെച്ചപ്പോൾ ഇങ്ങനെ വാളൊക്കെ ആയിട്ട് പോകുന്നതാണ്. പോയി എന്തോ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ മുഹമ്മദിനെ ഇന്നത്തോട് മാണ്ട, കാരണം നമ്മളെ കുറേശ്ശികളെ രണ്ട് തട്ടിലാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ടീം കൊണ്ടുവന്ന് ഞാൻ എന്ത് ചെയ്യുക, ഞാനാണ് കൊന്നിട്ട് എന്ത് ചെയ്യുക, ബനു ഹാഷിം റസൂലുള്ളാഹിന്റെ കുടുംബം എന്നെ കൊന്നോട്ടെ, എന്നാലും കുഴപ്പമില്ല, ഈ ഒരു ഇതാണ് ശല്യം ഒഴിവാക്കുക എന്നുള്ള രീതിയിലാണ് ഉമർ റളിയല്ലാഹു വാളെടുത്ത് പോകുന്നത്. അപ്പോഴാണ് എന്ത് ചെയ്ത് ആരോ പറഞ്ഞ് ആദ്യം നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, സഹോദരിയായ ഫാത്തിമാനെ ശരിയാക്കിയിട്ട് പോരെ റസൂലുള്ളാഹിനെ, അങ്ങനെ നിങ്ങളെ സഹോദരി എന്തിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വീട്ടിൽ പോയപ്പോഴാണ് അവർ സുഹൃത്ത് ഓതുന്നതും അങ്ങനെ മനമാറ്റം ഉണ്ടാകുന്നതും. അങ്ങനെ തിരിച്ചു വന്നതിന് വീട്ടിൽ തങ്ങളുടെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിനെ കരഞ്ഞ് നേരെ വന്നപ്പോൾ ആരോ പറഞ്ഞ അർക്കമുബിൻ അബിൽ അർക്കമിൻ്റെ വീട്ടിലാണ് റസൂൽ. അപ്പോൾ നേരെ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ആ വീട്ടിലേക്കാണ് കയറുന്ന സമയത്ത് ഇത് വാതിൽ മുട്ടിയപ്പോൾ ഇത് ഉള്ളിൽ കുറച്ച് സഹാബത്താണ് റസൂലുള്ളാഹിയും ഹംസ റളിയല്ലാഹു അതേപോലെ അങ്ങനെ 5-6 സഹാബത്തേ ഉള്ളൂ അവിടെ. അപ്പോൾ അവർ നോക്കുമ്പോൾ എന്താണ് ഉമർ റളിയല്ലാഹു കയ്യിൽ വാളുണ്ട്. അപ്പോൾ ഇതൊരു വിഷയത്തിന്. അപ്പോൾ ഹംസ റളിയല്ലാഹു അതിൻ്റെ ഉള്ളിലുണ്ട്. ഹംസ റളിയല്ലാഹു ഇതേപോലെ തന്നെ ഒരു വീരശൂര പരാക്രമിയാണ് ഖുറൈശികളെ. അപ്പോൾ അവർ പറഞ്ഞു നല്ല കാര്യത്തിനാണ് വന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ്. ഇനി അഥവാ എന്ത് മോശമായിട്ട് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്നിട്ട് എന്ത് ചെയ്യാണ്, വാതിലാണ് തുറന്നിട്ട് ഇത് കോളറെ പിടിച്ച് ഉള്ളുകൾ വലിച്ചു എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഇവരെന്ത് ചെയ്തു, എന്തിനാ വന്നു ചോദിച്ചു. അപ്പോൾ അവരെന്ത് കാര്യം പറഞ്ഞാൽ ഇങ്ങനെ എന്ത് ദീന് മനസ്സിലാക്കിയിട്ട് റസൂലുള്ളാഹിനെ ഒന്ന് കാണണമെന്ന് പറയുകയും അങ്ങനെ റസൂലുള്ളാഹിൻ്റെ അടുത്ത് ഇന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ച വീടുണ്ടായിരുന്നത് ആ ഇതിൻ്റെ നടുവിൽ, അതായത് ഈ ജബൽ അബൂ ഖുബൈസാണ് കഴിഞ്ഞിട്ട് സഫാണ് തുടങ്ങുന്നത് 2 മലിൻ്റെ നടുവിലുണ്ടായിരുന്ന ഇടയിലുണ്ടായിരുന്ന ഒരു വീട്ടിലായിരുന്നു ദാറു അർക്കമുബിൻ അബിൽ അർക്കം എന്നാണ് അതിൻ്റെ പേര്. അതാണ് ഇസ്ലാമിലെ ആദ്യത്തെ മജ്ലിസായിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ടാണ് ഇസ്ലാം പതുക്കെ വളരുന്നത്. ഇസ്ലാമിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നാണ് ആ വീട്. പിന്നെ ഈ കാണുന്നതാണ് ജബൽ അബൂ ഖുബൈസ്. ഞാൻ പറഞ്ഞ പോലെ ഇത് ഒരു വലിയ മലയായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്താണ് ഇതിൽ ഈ പാലസൊക്കെ വന്നത്. ഇതിപ്പോൾ ദ്രുതകർമ്മസേനൊക്കെ ഉണ്ട്. അതായത് അവിടെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കി മറ്റൊക്കെ ചെയ്താൽ പെട്ടെന്ന് സൈന്യം ഇറങ്ങാനുള്ള സ്പെഷ്യൽ ഫോഴ്സൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതൊരു മൊത്തത്തിലൊരു ഭരണശിലാ കേന്ദ്രം പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു മല എന്ന് പറഞ്ഞാൽ ചരിത്രപ്രസിദ്ധമായിട്ട് വരുന്നത് ജബൽ അബൂ ഖുബൈസ് എന്ന പേരിലാണ് അറിയപ്പെടുക. എന്താണ് ആ പേര് വരാൻ കാരണം എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് ഒന്ന്, അബൂ ഖുബൈസ് എന്ന് പറയുന്ന ഒരാൾ ഇതിൻ്റെ മുകളിലായിരുന്നു താമസിച്ചിരുന്നതെന്നും അയാൾ അതിൻ്റെ മുകളിൽ തന്നെ വഫാത്താവുകയും ചെയ്തു പഴയ കാലത്ത്. അങ്ങനെ അയാളിലേക്ക് ചേർത്തിട്ടാണ് ഈ മലയ്ക്ക് ജബൽ അബൂ ഖുബൈസ് എന്നുള്ള പേര് വന്നത് ഒരു കാരണം. 2, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രളയകാലത്ത് ഭൂമി മൊത്തം നശിച്ചിരുന്നു. അതായത് ആ പ്രളയം വന്നപ്പം നമ്മളെ കപ്പലിലുള്ള ആളുകൾ മാത്രമേ രക്ഷപ്പെട്ടു. ബാക്കി എല്ലാ സാധനങ്ങളും എന്ത് ചെയ്തിരുന്നു, ഈവൻ കഅബ വരെ അതിൻ്റെ തറയില്ലാത്ത ബാക്കി ഭാഗങ്ങൾ ഫുള്ളായിട്ട് നശിച്ചു പോയിട്ട് ഫുൾ വെള്ളത്തിലായിട്ട്. അപ്പോൾ ഇവിടെ മൊത്തം വെള്ളമായ സമയത്ത് എന്ത് ചെയ്തു, ആ കഅബ പൊളിയുന്ന സമയം വന്നപ്പോൾ എന്ത് ചെയ്തു, ജിബ്രീൽ അലൈഹി സ്വലാം ഹജറുൽ അസ്വദ് ഇല്ലേ, നമ്മുടെ കഅബമേപ്പുള്ള ഹജറുൽ അസ്വദ് എടുത്തിട്ട് എന്ത് ചെയ്തു, ഈ മലൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി എന്ത് ചെയ്തു, അവിടെ വെച്ചു എന്നുള്ളതാണ് ജബൽ അബൂ ഖുബൈസിൻ്റെ ഉള്ളിൽ. പിന്നീട് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രളയമൊക്കെ കഴിഞ്ഞ് അവർ ജൂദി പർവ്വതത്തിലൊക്കെ ഇറങ്ങി. പിന്നെ അതായത് മക്കൾ അങ്ങനെ ഇതായി വന്ന സമയത്ത് പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലത്താണ് കഅബ എന്ത് ചെയ്ത് അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം പുനർനിർമ്മിക്കുന്നത്. അതുവരെ കഅബ ഉണ്ടായിരുന്നില്ല, ആ തറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പുനർനിർമ്മിക്കുന്ന സമയത്താണ് എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞില്ല ആ കല്ലുണ്ടായിരുന്നു, നമ്മളെ മക്കാമു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ തൂൺ, ആ ഒരു സ്റ്റൂബ് ഉണ്ടല്ലോ, അതിമേ കയറി നിന്നിട്ടാണ് അതൊരു ലിഫ്റ്റ് പോലെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പൊന്തു ഇറങ്ങുകയും ചെയ്യുന്ന ഒരു കല്ലായിരുന്നു എന്നാണ്. അപ്പോൾ അവിടെ പുനർനിർമ്മിച്ചതിന് ശേഷം കഅബൻ്റെ പണി പൂർത്തിയായപ്പോൾ എന്ത് ചെയ്തു, ഈ മല വിളിച്ച് പറഞ്ഞു എന്നും അതല്ല ജിബ്രീൽ അലൈഹി സ്വലാം വിളിച്ച് പറഞ്ഞു എന്നും ഇത് ഈ ഹജറുൽ അസ്വദ് എന്തുണ്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഇവിടെ എടുത്തിട്ട് എന്ത് ചെയ്യണം കഅബ വെക്കണമെന്ന് മല പറഞ്ഞു എന്നും അതല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു എന്ന് 2 റിവായത്തുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, ആ ഒരു ഹജറുൽ അസ്വദ് ഇഖ്തുബിസ മിൻഹു എന്നാണ് അറബി പറയുക, അതായത് എടുത്തു എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അതിൽ നിന്നാണ് ജബൽ അബൂ ഖുബൈസിന് ആ പേര് വന്നത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതായത് പ്രളയകാലത്ത് ഈ ഹജറുൽ അസ്വദ് ഇതിൻ്റെ ഉള്ളിലായിരുന്നു അവർ സൂക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് ജബൽ അമീൻ എന്നുള്ളൊരു പേരും കൂടി മലക്കുണ്ട്. അതായത് ആ ഹജറുൽ അസ്വദ് സൂക്ഷിച്ചതിൻ്റെ പേരിൽ അമീൻ എന്നുള്ളൊരു പേരും കൂടി ഈ ഒരു മലക്കുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായത് എന്താ വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെല്ലാം കേട്ടില്ല ഈ എന്താ പറയുക ഖമറിനെന്ന മലയാളത്തിൽ പറയാം ചന്ദ്രൻ. ഈ ചന്ദ്രൻ പിളർക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്തുകളിൽ ഒന്നായിട്ടാണ് ഈ ചന്ദ്രൻ പിളർക്കുന്ന സംഭവം നമ്മൾ കരുതാറുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പരിസരത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇസ്ലാമിന്റെ തുടക്കകാലത്താണ്. അപ്പോൾ ശത്രുക്കളൊക്കെ അവിടെയുണ്ട്, ഖുറൈശികളും മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ റസൂൽ അവിടെ ഞാൻ നിൽക്കുമ്പോൾ എല്ലാവരും വന്നിട്ട് ചോദിച്ചു, ഈ ജബൽ അബൂ ഖുബൈസിന്റെ അടുത്ത് നിൽക്കുന്നതാണ്. അവരെന്നിട്ട് ചോദിച്ചു, ഇത് ഇങ്ങനെ നബിയാണെന്ന് പറഞ്ഞ് നടക്കുന്നത്, പക്ഷേ എനിക്കെന്താ മറ്റു നബിമാരൊക്കെ ഒരുപാട് മുഅ്ജിസത്തുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു, എൻ്റെ അടുത്ത് എന്താ മുഅ്ജിസത്തൊന്നുമില്ല, ഈ വെറും നബി പറച്ചിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി തിരിച്ച് അവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ അതായത് മുഅ്ജിസത്ത് എന്തെങ്കിലും ഒരു അടയാളം നിങ്ങൾക്ക് കാണിച്ചത് നിങ്ങൾ വിശ്വസിക്കോ, ഒരു അടയാളം കാണിക്കുന്നെങ്കിലും എൻ്റെ മുഅ്ജിസത്ത് കാണിക്കുന്നത് നബിയാണല്ലോ, നമുക്ക് അപ്പം ആലോചിക്കാമെന്ന് പറയണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് ദുആ ചെയ്തു എന്നാണ്. അപ്പോൾ ദുആ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, അന്ന് നല്ലൊരു പൂർണ്ണ ചന്ദ്രനിലൊരു രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ആ ചന്ദ്രൻ നോക്കി നിൽക്കുക എന്ത് ചെയ്തു, 2 ഭാഗമായിട്ട് പിളർന്നിട്ട് എന്ത് ചെയ്തു, ഒരു ഭാഗം ഈ ജബൽ അബൂ ഖുബൈസിൻ്റെ മുകളിലും ഒരു ഭാഗം അവിടെ ഒരു മലയുണ്ട്, ജബൽ ഖുവൈഖ എന്ന് പറഞ്ഞിട്ടൊരു മലയുണ്ട്. ആ മലയുടെ മുകളിലുമായിട്ട് 2 പീസായിട്ട് ഇങ്ങനെ മാറിയെന്നാണ്.
അപ്പോൾ ശത്രുക്കളോട് ചോദിച്ചു നിങ്ങൾ വിശ്വസിക്കും അതാ ചന്ദ്രനെ പിളർത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുണ്ട് ഈ ചന്ദ്രനെ പിളർത്തിയിട്ട് അതിനാക്കൊരു കൺകെട്ട് എന്തോ സിഹർ ചെയ്തിട്ട് ഞങ്ങൾക്ക് തോന്നുകയാണ്, അല്ലാതെ എന്തില്ല ചന്ദ്രൻ പിളർന്നിട്ടൊന്നുമില്ല, ഈ എന്തോ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണ് എന്നുള്ള രീതിയിൽ പറയുകയും അവരെ വിശ്വസിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, പക്ഷെ അവരുടെ ഉള്ളിലുണ്ട് റസൂൽ ഒരിക്കലും കളവ് അറിയില്ല എന്നുള്ളത് ചെറുപ്പം മുതലേ അവർ കണ്ടു വളർന്ന ഒരാളാണ്, അമീനാണ്. അപ്പോൾ അവർക്കൊരു ഉള്ളിലൊരു ബോധമുണ്ട് റസൂൽ കളവ് പറയാൻ സാധ്യത കുറവ്. അപ്പോൾ അവരെന്ത് ചോദിച്ചാൽ റസൂൽ മാറിയ സമയത്ത് നേരെ പോയിട്ട് എന്ത് ചെയ്തു, മക്കൻ്റെ ബൗണ്ടറിയിൽ അതിൻ്റെ എൻട്രൻസിൽ അവിടെ ഇങ്ങനെ പോയിരുന്നു. അപ്പോൾ ഒരു കച്ചവട സംഘം ഉണ്ട് എന്ത് ചെയ്തു മക്കയിലേക്ക് വരുന്നു, വേറെ എവിടെയോ ദൂരെ എവിടെ കച്ചവടം കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങൾ ഇന്നലെ രാത്രി അസാധാരണമായിട്ട് എന്തെങ്കിലും കണ്ടിരുന്നു വെച്ചു. അപ്പോൾ അവർ ഇന്നലെ ഞങ്ങൾ പോകുന്ന സമയത്ത് ചന്ദ്രൻ പെട്ടെന്നാണ് പിളർന്നതായിട്ട് കാരണം ഞങ്ങൾ ചന്ദ്രൻ ഇതൊക്കെ ദിശ നോക്കിയിട്ടാണ് പോരുന്നത്, പെട്ടെന്ന് ചന്ദ്രൻ ഇങ്ങനെ പിളർന്നതായിട്ട് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പോലും എന്ത് ചെയ്തില്ല, അന്നത്തെ കുറേശ്ശികൾ എന്ത് ചെയ്യില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചില്ല. അപ്പോൾ ആ ഒരു മുഅ്ജിസത്ത് ചന്ദ്രനെ പിളർക്കുക എന്നുള്ള മുഅ്ജിസത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന സമയത്ത് റസൂൽ ഉണ്ടായിരുന്നത് ഈ ജബൽ അബൂ ഖുബൈസിൻ്റെ അടുത്താണ്. അതിൻ്റെ ഒരു ഇത് ഈ മലിൻ്റെ മുകളിലായിട്ടും ഒന്ന് രണ്ടാമത്തെ ആ മലിൻ്റെ മുകളിലായിട്ട് രണ്ട് മലിൻ്റെ മുകളിലായിട്ട് ആ രണ്ട് പീസ് ഇങ്ങനെ കണ്ടു എന്നാണ്. അപ്പോൾ ആ റിവായത്തിൽ പറയുന്ന ജബൽ അബൂ ഖുബൈസ് എന്ന് പറയുന്നത് ഈ കാണുന്ന മലയാണ്. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ആദ്യമായിട്ട് വെച്ചത് കഅബയുടെ തറയാണ്. അതായത് അവ്വല ബൈത്തുൽ വുദൂഇ അന്നാസ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ആദ്യമായിട്ട് വെക്കുന്ന വീട് എന്ന് പറയുന്നത് കഅബയാണ്. അതേപോലെ ആദ്യം ഉണ്ടാക്കിയ പട്ടണം എന്ന് പറയുന്നത് മക്ക പട്ടണമാണ്. മക്ക പട്ടണം ഉണ്ടായിട്ടാണ് ബാക്കി എല്ലാ നാടും ഉണ്ടാക്കുന്നത്. ഉമ്മുൽ ഖുറ എന്നാണ് മക്കൻ്റെ മറ്റൊരു പേര്. അതായത് എല്ലാ ഖുറകളുടെയും എല്ലാ നാടിൻ്റെയും ഉമ്മ എന്നാണ്. അതായത് ഈ നാടുണ്ടാക്കിയിട്ട് ഇതിന്നാണ് എന്ത് ചെയ്ത് ഓരോ നാടുകൾ പിന്നെ ഉണ്ടാക്കി വന്നത്. അതുപോലെ തന്നെ ജബൽ അബൂ ഖുബൈസ് ആണ് ഭൂമിയിൽ ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ മല. അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ചെറിയ പാട്ടുണ്ടെങ്കിൽ പോലും എന്താണ് ആദ്യമായിട്ട് ഭൂമിയിൽ ഉണ്ടാക്കിയ മലയാണ് ഈ കാണുന്ന ജബൽ അബൂ. ഈ മലയിൽ നിന്നാണ് ബാക്കി മലകളൊക്കെ എന്ത് ചെയ്ത് ആ മലയും അതേപോലെ സഫാ മലയും മർവാ മലയൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു മലയിൽ നിന്നാണ്. അപ്പോൾ ഭൂമിയിലെ ആദ്യത്തെ മല ഇതാണ്. അതേപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രളയകാലത്ത് ആ ഒരു ഹജറുൽ അസ്വദ് കൊണ്ടുവന്ന് മാറ്റി വെച്ചതും ഒളിപ്പിച്ചു വെച്ചതും ഇതിൻ്റെ ഉള്ളിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചന്ദ്രനെ പിളർക്കുക എന്നുള്ള സംഭവം നടക്കും റസൂൽ ഉണ്ടായിരുന്ന ഈ ഒരു പരിസരത്തായിരുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ജബൽ അബൂ ഖുബൈസ് എന്ന് പറയുന്ന മല കേട്ടോ. ഇനി വരും അങ്ങനെ ഓരോരോ സംഭവങ്ങൾ കണ്ടിങ്ങനെ പോകും.